ജാൻസി സെബാസ്റ്റ്യൻ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കൾ സാന്ദ്ര സെബാസ്റ്റ്യൻ, സയന സെബാസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ആഗസ്റ്റ് 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ കയറിയാൽ അലമ്പായിരുന്നു. എന്നത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്നാൽ വഴക്കുണ്ടാക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇനി ഓരോ എൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ കയറി കഴിയുമ്പം എപ്പോഴും ചോർച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു രോഗവും ഇല്ല. പക്ഷേ വീട്ടിൽ കയറിയ ചോർച്ചിൽ കാരണം ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ജോലിയില്ല, എനിക്കും ജോലിയില്ല, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നേ, മരിക്കാമെന്നോർത്തു. അപ്പോൾ ഈ പിള്ളേരൊന്നും അടുത്തില്ല, നിങ്ങൾ പഠിക്കുക. അപ്പം തന്നെ മരിച്ചാൽ ഈ കടമെല്ലാം ആര് കൊടുക്കും, ഈ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം മാറും, അവിടെ ചെന്നാൽ മാറുമെന്ന്. പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല. എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല ഇവിടെ വരാൻ. എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല, എന്നെ കൊണ്ടുവരാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഭാവിച്ചേർന്നു നമ്മളെയും കൂടെ ജൂലൈ 28-ാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കണം, ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ആ നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം, അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിറ്റേ ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, വിഷമങ്ങൾ കൂടി വരുക, ഞാൻ എന്നാ ചെയ്യും, ജീവിക്കണോ എന്നറിയത്തില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ മരിക്കാമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു. ഞാൻ ആ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തിനാ മരിക്കുന്നേ, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ് എനിക്ക് ശക്തി കിട്ടി. ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു. ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചു. ഞാൻ എന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി. പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അന്നേരം അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു അവളെയും വിളിച്ചുകൊണ്ട് എങ്ങനെയാലും ഇവിടെ വരാം, ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തുകൊണ്ട് അടുത്തുള്ളൊരു ചേച്ചി സാലിമയെന്ന് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്ത. അപ്പോൾ അമ്മ എപ്പോഴും പറയും കൊച്ചവിടെ എന്ന്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് പോകുന്നേ. അപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം നീ എന്തിനാ ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഞാനില്ല നിന്നെ കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ 2ാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ കൊച്ചിന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അമ്മേ എൻ്റെ പരീക്ഷ, അവൾ BSc കാർഡിയാക്ക് പഠിക്കുക. അവൻ പറഞ്ഞു അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മേ, ഞാൻ ജയിക്കത്തില്ല, എന്നെ ഒന്നും പറയല്ലേ, എല്ലാവർക്കും പാടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം, കൊച്ചി ഇവിടെ ഇരുന്ന് അമ്മയോട് പറ, അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പം എനിക്കൊരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തലവേദന ഉണ്ട്. 5 വർഷമായിട്ട് ഞാൻ 2 ഗുളിക കഴിച്ചാലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത്. തലവേദന കൂടിയാൽ ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു, അതുപോലെ തലവേദനയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ സമയം വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നവും ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ 2 ആഴ്ച ഇങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടക്കാൻ പോയി. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം ഈ ഞങ്ങളുടെ നേരത്തെ കഥകിനൊരു വിടവുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കട്ടിൽപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾ മുറ്റത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോവുക.
അപ്പം ഞാൻ ഓർത്ത് ഇത് ആരായില്ലേ നടക്കുന്നേ. അപ്പോൾ ആ രൂപം കുറച്ച് എന്നെ നോക്കും, അങ്ങോട്ട് നടക്കും, തിരിച്ച് നടക്കും. എന്നിട്ട് ആ വിടവൻ്റെ ഇടയ്ക്കോടെ ഒരു കമ്പ് അകത്തോട്ട് ഇങ്ങനെ ഇട്ട് കുത്തുക. അപ്പോൾ എൻ്റെ ഭർത്താവ് ആ കമ്പയെ പിടിച്ചപ്പോഴത്തേക്കും ആ കഥ അങ്ങ് മറിഞ്ഞു പോയി. അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ മുഖമുള്ള ഒരു രൂപം എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ ഉടമ്പടി ഉപ്പെടുത്തിടുന്നതും കണ്ടു, അത് അലിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് അങ്ങനെ കണ്ടേ പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അലമ്പോ വഴക്കോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതുവരെ ആ കുടുംബ പ്രാർത്ഥന മുടങ്ങുമോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമുണ്ട് ഇപ്പം വീട്ടിൽ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. എല്ലാ പിള്ളേർക്കും മാർക്ക് കുറേ 2-3 എല്ലാം പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അവൾക്ക് മാത്രം ഡിസ്റ്റിങ്ഷൻ നൽകി അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ഇളയ കൊച്ച്, ചെറുക്കൻ കൊച്ചുണ്ട് ഒരെണ്ണം, അത് പഠിക്കത്തില്ല, വീട്ടിൽ വന്നൊന്നും വായിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൻ +1 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവൻ പരീക്ഷയ്ക്ക് പോകും, അപ്പോൾ എന്നും തൈലം തേച്ച് അവനെ വിടുന്നേ. അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം, അല്ലാതെ അവൻ ജയിക്കത്തില്ല. അമ്മ അവൻ്റെ പേപ്പർ നോക്കണമെന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അവന് ജയിക്കുമെന്ന് വിചാരിച്ച് അവനെ നല്ല മാർക്ക് കൊടുത്ത് അമ്മ അവനെ സഹായിച്ചു. അതുപോലെ എൻ്റെ മൂത്ത കൊച്ചിന് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അവൾ BSc പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവൾ ഡൽഹിയിലാണ്, അവളും ഭർത്താവും കൂടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അസുഖം ഉണ്ടായി. അതിൻ്റെ കൂടെ ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ എങ്ങും കിട്ടത്തില്ലെന്ന്. അപ്പോൾ അവൾ എന്നും കരച്ചില്ല, അമ്മേ ഞാനിവിടെ ഇരുന്ന് മടുത്തു, എനിക്ക് അസുഖമാണ്, ഞാൻ അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും അവളോട് അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ലൊരു ആശുപത്രിയിൽ അവർക്ക് ജോലി കിട്ടി. ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി